ഈ വിഷയം പറയുമ്പോൾ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. ഇത് പറഞ്ഞിരുന്നു, അതിൻ്റെ വിശദീകരണവും മുമ്പേ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു എന്ത്? അവരോട് പറയപ്പെട്ടാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചതാരാണ്, മഴയിറക്കി തരുന്നതാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോ അള്ളയാണെന്നവർ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് വായിച്ചു, ഫദാലിക ഈമാനുഹും, അതവരുടെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഒരു അറബി പദം എന്ന നിലക്ക് ആവർത്തിച്ചു കൊണ്ടെന്ന് പറഞ്ഞു, അവരുടെ ഈമാനായിരുന്നു എന്ന്. എന്നിട്ട് അതെടുത്ത് പിടിച്ചിട്ട് ഇയാൾ പറയുകയാണ്, കണ്ടോ മൗലവി പറയുന്നത് ഇയാൾ അബൂജഹലിനെ മുഅ്മിനാക്കിയിരിക്കുകയാണ്, അതവരുടെ ഈമാനായിരുന്നു എന്നാണ്. മാത്രമല്ല ഇദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തു, അത് അവരുടെ വിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അതവരുടെ വിശ്വാസമല്ല എന്നാണ് ഖുർആനാ ഹദീസിലാ പറയുന്നത്. കാരണം ഒരു ഉദാഹരണവും പറഞ്ഞു, ഫദാലിക ഈമാനുഹു എന്ന് പറഞ്ഞാൽ അതാ അവരുടെ ഈമാൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈമാനല്ല, അത് വിശ്വാസമല്ല. ഫദാലിക ഈമാനുഹും, അത് അവരുടെ വിശ്വാസമാകുന്നു എന്ന് പറഞ്ഞപ്പോ അതാ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല. അങ്ങനെയൊക്കെ ഒരു കളിയൊക്കെ കളിച്ചു. അതിൻ്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞ് പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു. എന്നിട്ടും ഇദ്ദേഹം ആവർത്തിക്കുകയാണെന്ത്, ഞാൻ എന്ത് ചെയ്തു? അബൂജഹലിന് ഈമാനുണ്ട് എന്ന് പറഞ്ഞു, ഈമാനുണ്ട് എന്ന് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നാ മുസ്ലിയാരൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വളഞ്ഞ ബുദ്ധി കൃത്യമായി അറിഞ്ഞുകൊണ്ടായി സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് വരുത്തി തീർക്കണമല്ലേ എന്ത്? സലഫി ഇവിടെ വന്നിട്ട് പറഞ്ഞത് അബൂജഹിൽ മുഅ്മിനാണെന്നാണ്, അബൂജഹിലിന് മുഅ്മിനാണെന്നാണ്. അബൂജഹിൽ യഥാർത്ഥ വിശ്വാസിയാണ്, അല്ലെങ്കിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലക്ക് അവനെ വിശ്വാസി എന്ന് പറയാവുന്ന ഒരു ഗണത്തിലാണ് സലഫി പെടുത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വാദിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആവർത്തിച്ച് കള്ളം എൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളന്ന് പറഞ്ഞില്ലേ അതാപ്പവരുടെ ഈമാന് എന്ന് പറഞ്ഞില്ലേ? അതാപ്പവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല, അവരെ വിശ്വസിച്ചു എന്ന് പറയാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ വിശദീകരിച്ചു. എന്നാൽ സഹോദരന്മാരെ, ആ വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. അന്നെന്താ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി. മൗലവി പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അത് അവരുടെ ഈമാനായിരുന്നു. ആരെ ഈമാന്? അബൂജഹലിന്റെ. അതിനെപ്പറ്റി ഞാൻ ഇവിടുന്ന് അതിന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ, അത് അബൂജഹൽ ഉത്തരം മുട്ടുമ്പോ അതങ്ങനെ പറഞ്ഞതാ, അതവരെ ഈമാനായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ബുഖാരിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഈമാനാണ് എന്നല്ല. പിന്നെ അതാ അവരെ ഈമാന്, അത് ഈമാനല്ല, അതാ അവരെ ഈമാന്. അതേതുപോലെ ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു, കുട്ടികള് പൂയി കൊണ്ട് പിട്ടി വിട്ട പോലെയാണ്. അതാ അവന്റെ പിട്ട് എന്ന് പറയുന്നത്, അങ്ങനെ ഒറിജിനൽ പിട്ടല്ല. ഇതുപോലെ പറഞ്ഞതാ ബുഖാരിയിൽ, അതാ അവരെ ഈമാന്. അതിന് മൗലവി വെച്ച അർത്ഥം എന്താണ്? അതവരുടെ ഈമാനായിരുന്നു. കേട്ടില്ലേ? മൗലവി വെച്ച അർത്ഥം അതവരുടെ ഈമാനായിരുന്നു. മൂപ്പര് വെക്കണ അർത്ഥം അതാപ്പവരുടെ ഈമാന് എന്ന് പറഞ്ഞാൽ ഈമാനല്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെച്ചോ. ഏതായത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച? വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ആ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രികൂനാന്നും പറയുന്നുണ്ട്. അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുഅ്മിനു വമാ യുഅ്മിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവരെ പറ്റി തന്നെ വഹും മുശ്രികൂന എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ടാകും. എന്താണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ എന്താണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞത്? എന്താണ്? അതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്ത്? അവരെ അള്ളാഹനെ ഖാലിഖായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, അതാണ് അവരുടെ വിശ്വാസം. അതേ അവസരത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താ? ആ അള്ളാഹുവിനെ തന്നെ അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന നിലയിൽ, അഥവാ ആ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന മറ്റുള്ളവർക്കും സമർപ്പിച്ചുകൊണ്ട് അവർ ഇബാദത്തും ചെയ്യുന്നു, അതാണ് അവരുടെ ശിർക്ക്. നിങ്ങൾ നോക്കൂ, മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ ഫഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും,
അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിലൊന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും, എന്തറിയോ? അത് അന്നഹും യുഖിറൂന, അവര് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്? അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാന് എന്ന് പറഞ്ഞാൽ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅ്ബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്കുക? അതാപ്പവരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. മനസ്സിലായോ? മനസ്സിലായോ? പേരോടെ പഠിക്ക്, പേരോടെ പഠിക്കാതെ അങ്ങനെ ഞാൻ വലിയ ആലിമാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് വിളമ്പിയാ പോരാ, പഠിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ ഇബാറത്ത് അവസാനത്തേക്ക് വെച്ചേ നിങ്ങൾക്ക് നിങ്ങളെ ചേളക്കിട്ട് കുടുക്കി വരിഞ്ഞ് കെട്ടാൻ തന്നെ ഈ ഇബാറത്ത് പറഞ്ഞത്. നിങ്ങളെന്താ ആദ്യം വിചാരിച്ചത്? ഇത് കാണാഞ്ഞിട്ടാണോ? നിങ്ങൾ ഫദാലിക ഈമാനുഹും എത്ര പോകും നിങ്ങളെ വ്യാഖ്യാനം എന്നൊന്നും അറിയാൻ തന്നെ. നിങ്ങൾ അന്ന് പറഞ്ഞു എന്ത്? ഫദാലിക ഈമാനുഹും എന്ന് പറഞ്ഞാൽ അതവരുടെ വിശ്വാസമാണെന്നും പറയാൻ പറ്റൂല. അതാപ്പവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിശ്വാസം ഇല്ല എന്ന് പറയാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ പഠിച്ചു വെച്ചോ ശരിക്ക്. എന്താ പറഞ്ഞതെന്നറിയോ? വഹും യഅ്ബുദൂന ഗൈറഹു, അവരിലൊരു ശിർക്കുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതെന്താ? അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, എന്താ ഇതിന്റെ അർത്ഥം? അതാണ് അവരുടെ ശിർക്ക്. അപ്പൊ അവരിലുള്ള വിശ്വാസം എന്താണ്? അല്ലാഹ് ഖാലിഖാണ്, റാസിഖാണ് എന്നൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആരാധനയിൽ അവർ മറ്റുള്ളവരെയും പങ്കു ചേർക്കുന്നു, ആരാധന മറ്റുള്ളവർക്കും സമർപ്പിക്കുന്നു. അതാണ് ആയത്തിൽ പറഞ്ഞ ശിർക്ക്. അപ്പൊ ആയത്തിൽ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂന. അപ്പൊ അവരുടെ വിശ്വാസം എന്ത്? അല്ലാഹ് ഖാലിഖാണെന്ന്. പിന്നെ അവരുടെ ശിർക്ക് എന്താണ്? വഹും യഅ്ബുദൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, അതാണ് അവരുടെ ശിർക്ക്. അല്ലാതെ നിങ്ങൾ പറയും പോലെ അതാ അവരെ ശിർക്ക് എന്ന് അർത്ഥം വെച്ചാൽ എന്താകും? അത് അവരെ ശിർക്കൊന്നും അല്ല അല്ലേ? അത് ശിർക്കൊന്നും അല്ല. അപ്പൊ എവിടെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത്? ഇതൊക്കെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഞങ്ങൾ അബൂജഹലിനെ മോമിനാക്കി എന്ന് പറയാനാണ്, അബൂജഹലിന് ഈമാൻ ഉണ്ടെന്ന് പറയാനാണ്. എന്നാ നിങ്ങൾ നോക്കൂ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ഈമാനില്ലേ, എന്താണ് ഈമാനുഹും? അവരുടെ വിശ്വാസം. ഖൗലുഹും, അവരുടെ ഈ വാക്കാണ്. അല്ലാഹു യഖ്ലുഖുനാ വയർസുഖുനാ വയുമീതുനാ.